ഏതായാലും ബംഗ്ലാദേശ് ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. ഇന്ത്യക്ക് എതിരെ എന്ത് കിട്ടിയാലും അതൊരു ആയുധമാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ബംഗ്ലാദേശ് സർക്കാരല്ല, പകരം ബംഗ്ലാദേശിൽ പ്രക്ഷോഭം നടത്തിയ ജമാഅത്ത് ഇസ്ലാമിക്കാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് കേൾക്കുന്നത് പോലും കട്ടക്കലിപ്പിലേക്ക് മാറുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോണാർ ബംഗ്ല എന്ന് പറയുന്ന സുന്ദരമായ ഗാനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1971 ഈ ഗാനം ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായി മാറിയത്. ഇത് ഇന്ത്യ അടിച്ചേൽപ്പിച്ചതാണെന്നാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഈ ഗാനവും രചിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബംഗ്ലാദേശിൻ്റെ മതകാര്യ ഉപദേഷ്ടാവായ AFM ഖാലിദ് പറയുന്നത്, ഈ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മറ്റ് ഗാനങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, പക്ഷേ ഇവിടെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ബഹളമുണ്ടാക്കാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. ഇടക്കാല സർക്കാർ പറയുന്നത് ഈ ഗാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്, ധാക്ക ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഈ ദേശീയ ഗാനവും ദേശീയ പതാകയും ബംഗ്ലാദേശിൻ്റെ മാറ്റണം. ദേശീയ ഗാനത്തിനകത്ത് ബംഗാളിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ബംഗാളിനെ കുറിച്ച് പറയുന്ന ഗാനം എങ്ങനെ ബംഗ്ലാദേശികളുടെ ആകുമെന്ന്. ഏതായാലും അധികാരം തലയ്ക്ക് പിടിച്ച്, മതം തലയ്ക്ക് പിടിച്ച് ഭീകരവാദത്തിൽ ആറാടി നിൽക്കുന്ന ഒരു രാജ്യം ഇതും ഇതിനപ്പുറവും സംഭവിക്കും. ഒരുപക്ഷെ നാളെ ദേശീയ ഗാനം തന്നെ ഇല്ലാതായാലും, കൊടി തന്നെ ഇല്ലാതായാലും, രാജ്യം തന്നെ ഇല്ലാതായാലും ഇവർക്കൊന്നും നേരം വെളുക്കുകയുമില്ല. ന്യൂസ് ഡെസ്ക്.